ഇന്ന് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. ഒത്തിരി നാളായി ഡയറക്റ്റ് ഷോപ്പിംഗ് ചെയ്തിട്ട്. എപ്പോഴും ഈ മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെയാണല്ലോ. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് വ്ളോഗ്. പ്രോപ്പറായിട്ട് നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടും പിന്നെ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നത് ഒരു ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു റാപ്പിഡോ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നിട്ടില്ലാത്തവർ, കണ്ടിട്ടില്ലാത്തവർ അങ്ങനെയുള്ളവരും ഇല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ നമുക്കിപ്പോഴും വളരെ അഫോർഡബിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്നത് നോക്കണമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വ്ളോഗ് ചെയ്ത് തുടങ്ങിയത്. ഉള്ളത് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് ഷോപ്പ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കണ്ടത് ഈ ഒരു ഷോപ്പായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ചുകൂടെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല. ഈ ഒരു ക്ലൈമറ്റിൽ ഇടാൻ പറ്റിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ഡെയിലി വെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സ്, പിന്നെ അതിന് ചേരുന്ന ഫുഡ് വെയർ, ചെറിയ കുറച്ച് ആക്സസറീസ്, ഒരു ബാഗ്, ഇതൊക്കെയാട്ടോ എൻ്റെ ലക്ഷ്യം. സൈസ് ഇല്ല അതല്ലേ, നല്ലല്ലേ, ഒരു കംഫർട്ടബിൾ ഡെയിലി വെയർ ആയിട്ട് ഇടാം. ഞാൻ ബ്ലൂ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ല. എനിക്ക് കുറച്ച് ഡാർക്ക് ബ്ലൂ കളറിലുള്ളൊരു ഫ്ലാറ്റ് ഫുഡ് വെയർ ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇതെനിക്കിഷ്ടമായി, ബിക്കോസ് ഇതിൻ്റെ മെറ്റീരിയൽ ഒത്തിരി സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പ്രൈസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതാണ് ചൂസ് ചെയ്തത്. എടുക്കട്ടെ. നമ്മൾ മലയാളികൾ സ്ഥിരം എവിടെ ചെന്നാലും അടിക്കുന്ന 3-4 ബാർഗെയിനിങ് ഡയലോഗ്സ് ഒക്കെ അടിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ആ ചേട്ടൻ ഒരു 250 റുപ്പീസിന് ഈ സാധനം ഒപ്പിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല വെസ്റ്റേൺ ടോപ്സിൻ്റെ കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു ടോപ്പ് ഞാൻ അവിടെ നിന്ന് എടുത്തു. ഞാൻ പണ്ട് ഈ സെയിം ഷർട്ട് വാങ്ങിച്ചതിന് ശേഷം ഇൻസ്റ്റ തുറന്ന ഫുൾ ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഡാർക്ക് ബ്ലൂ, കുറച്ച് ഡാർക്ക് ബ്ലൂവാ. ഇത് വാങ്ങിച്ചാലോ, രസമുണ്ടല്ലേ. കാര്യം ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണെന്ന് എനിക്കറിയാം, എങ്കിലും എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ തന്നെയുള്ളൊരു ഷർട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എടുത്തു. ഇനി ഇത് 500 റുപ്പീസായിട്ടോ. ബാർഗൈനിങ് ഒന്നും നടക്കത്തില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇനി എൻ്റെ ലക്ഷ്യം നേരെ ആക്സസറീസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു ഹെവി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലെ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഡ്രസ്സിൻ്റെ കൂടെ. അപ്പം ഞാനിങ്ങനെ കുറേ നോക്കി. ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആട്ടോ. അവിടുന്ന് തന്നെ ഈ 2 ഇയറിങ്ങും ഞാൻ പൊക്കി. ഏതെടുത്താലും 100 റുപ്പീസ്. ഓക്കെ, ഇത് ഏതെടുത്താലും 100 റുപ്പീസാണ്, കുഴപ്പമില്ല. ഈ 2 ഇയറിങ്ങും എനിക്കിഷ്ടമായി. ഓൺലൈനേക്കാട്ട് റേറ്റ് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്, സോ 2 എടുത്തു. ഒരു റിങ് വാങ്ങിക്കാൻ എനിക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ലെങ്കിലും ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പം ഈ കളക്ഷൻസ് കണ്ട് ഇഷ്ടമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട റിങ് എൻ്റെ സൈസിലുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല പുള്ളി കുറച്ച് സ്റ്റബണായിരുന്നു, അധികം റേറ്റ് കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ തിരിച്ചു കൊടുത്തിട്ട് പോരുന്നു. ഈ റിങ്ങാണ് എനിക്കിഷ്ടമായത്. അവിടുന്ന് നേരെ പോയത് മസൂദ്സ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞൊരു ജൂത്തി ഷോപ്പിലേക്കാട്ടോ. എന്താ പറയുക, എന്തോരം വെറൈറ്റീസ് ഓഫ് ജൂതീസ് എന്നറിയാം. നിറയെ നല്ല ക്വാളിറ്റീസുള്ള ഹാൻഡ് വർക്ക് ചെയ്തതും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ജൂതീസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. നിങ്ങൾക്ക് ജൂതീസ് അത്ര ഇഷ്ടമാണെങ്കിൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്.
പക്ഷെ ഞാൻ ഇന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ജസ്റ്റ് എനിക്ക് ഷോപ്പൊന്ന് കണ്ട് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ നല്ല സമീപനം കാര്യങ്ങളാണ്. കാരണം അവർ അത്യാവശ്യമൊക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഓൺലൈനേക്കാട്ടിലും ബെറ്റർ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ പറഞ്ഞു റീസെൻ്റ്ലി അഹാന ഇവിടെ വിസിറ്റ് ചെയ്ത് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു കാഷ്വൽ ആൻഡ് ഡെയിലി പർപ്പസിന് പറ്റുന്ന ഒരു സിമ്പിൾ ബാഗ് എനിക്ക് വേണമായിരുന്നു, ചെറുത്. എൻ്റെ ഔട്ട്ഫിറ്റിന് കുറച്ചുകൂടെ മാച്ച് ആയിട്ടുള്ള ഒരെണ്ണം വേറെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത്. ലീവൈസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഷോപ്പ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. കുർത്തീസ് എടുക്കാൻ, അതിപ്പോൾ പാർട്ടി വെയർ ആണെങ്കിലും ഡെയിലി പർപ്പസിന് വേണ്ട സിമ്പിൾ കുർത്തീസ് ആണെങ്കിലും പാൻറ്റും കൂടെ ഉള്ള സെറ്റ് ആണെങ്കിലും കോട്ട് സെറ്റ്സ് ആണെങ്കിലും വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരുന്നോളൂ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം അഫോർഡബിളായിട്ട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. നടന്ന് നല്ലോണം ടയർഡായി. അപ്പോൾ പിന്നെ ഒരു ജ്യൂസ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കയറി ജസ്റ്റ് ഒരു ജ്യൂസും കുടിച്ചു. ഒരു ദഹിപൂരി ഓർഡർ ചെയ്തു. ആവറേജ് ആയിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ നേരെ അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. എന്നാൽ പിന്നെ പതിയെ അങ്ങ് തിരിച്ചു പോയേക്കാം അല്ലേ. എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.